സാഗർ എഴുതി സംവിധാനം ചെയ്ത കനകരാജ്യം എന്ന സിനിമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്ദ്രൻസ്, മുരളി ഗോപി തുടങ്ങിയവരാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ രണ്ട് കഥാപാത്രങ്ങളുടെ കഥയാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. ഒന്ന് നമ്മുടെ സ്വന്തം ഇന്ദ്രൻസ് ചേട്ടൻ്റെ കഥാപാത്രം സെക്യൂരിറ്റി ഓഫീസറാണ്. സെക്യൂരിറ്റിയാണ്, ഒരു ജ്വല്ലറിയുടെ ഒരു സെക്യൂരിറ്റിയാണ്. പുള്ളി അത്യാവശ്യം നല്ല സെക്യൂരിറ്റിക്കുള്ള ട്രോഫിയൊക്കെ വാങ്ങി ഒരു നല്ലൊരു മനുഷ്യനാണ്. അതിനോടൊപ്പം തന്നെ പുള്ളി എക്സ് സർവീസാണ്. അതിനോടൊപ്പം തന്നെ വീണു എന്ന കഥാപാത്രം അത്യാവശ്യം കടവും എല്ലാം ആയിട്ടിരിക്കുകയാണ്. പുള്ളിയുടെ ഒരു സുഹൃത്തുണ്ട് തോത്തി എന്നുള്ളൊരു ക്യാരക്ടറായിട്ട്. അപ്പോൾ ഈ രണ്ടുപേരുടെ കഥകൾ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം പുള്ളി ഒരു ജ്വല്ലറിയിലെ കാവൽക്കാരനാണ്. ഇതുവരെ തൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു കടം മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പുള്ളിയുടെ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം വേണു ആ ജ്വല്ലറിയിൽ നിന്ന് മോഷണം ചെയ്യാനായി തീരുമാനിക്കുകയാണ്. പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ് സിനിമ സംസാരിക്കുന്നത്. അതായത് ഇവർ രണ്ടുപേരിൻ്റെയും ഇമോഷൻസ് ആണ് ഇതിൽ കൂടുതൽ സംസാരിക്കുന്നത്. ആ ഒരു മോഷണത്തിന് ശേഷം എങ്ങനെ ഇവർ രണ്ടുപേരുടെ ജീവിതം എങ്ങനെ മാറുന്നു, അതിനുശേഷമുള്ള ഇവരുടെ മാനസികാവസ്ഥയൊക്കെയാണ് സിനിമ കാണിച്ചിരിക്കുന്നത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റും. പിന്നെ മുരളി ഗോപി കുറച്ചുകൂടെ എനിക്ക് തോന്നിയത് വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യാവുന്നതാണ്. പുള്ളിക്ക് ഒരു സൂട്ടാകാത്ത പോലെ തോന്നി. പുള്ളി എന്നാൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഒരു മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു സ്ലോ പേസ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കനകരാജൻ എന്നുള്ള മൂവി. ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു മൂവിയാണ്. കാരണം നമുക്കറിയാം ഏകദേശം ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു പതിയെ സെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഇങ്ങനെയൊരു പോയിന്റിലായിട്ടായിരിക്കും സിനിമ പോകുന്നതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ പോവുകയും പിന്നീട് നടക്കുന്ന ഇതിൻ്റെ ഇമോഷണൽ ഇതൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചു. കാരണം ഇവർ തമ്മിലുള്ള എന്തെങ്കിലും കണക്ഷനോ അങ്ങനെ അത് വർക്കൗട്ട് ചെയ്ത് എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ക്ലൈമാക്സ് പെട്ടെന്ന് വന്ന പോലെ തോന്നി. പതുക്കെ പോയിട്ട് പെട്ടെന്ന് ഒരു ക്ലൈമാക്സ് കൊണ്ട് അവിടെ നിർത്തിച്ചു. എനിക്ക് ക്ലൈമാക്സ് അത്രയൊരു എഫക്റ്റീവായി തോന്നിയില്ല. ബട്ട് ഒരു വൺ ടൈം വാച്ച് അല്ലെങ്കിൽ ഒരു ആവറേജ് മൂവി എന്നുള്ള രീതിയിൽ കനകരാജ്യം കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.